ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം നടപ്പാക്കിയത്? ഞാനിത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്നോ ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്, വെള്ളാങ്ങല്ലൂർ. ആ വെള്ളാങ്ങല്ലൂരില് 2 പെൺകുട്ടികൾ, ആ 2 പെൺകുട്ടികൾ ബ്രാഹ്മിൺ സമുദായത്തിലുള്ള പെൺകുട്ടികളാണ്. ആ 2 പെൺകുട്ടികൾ ഈ ലവ് ജിഹാദിന്റെ ഇരയിൽപ്പെട്ട്, ആ ലവ് ജിഹാദിൽപ്പെട്ട് അവരെ പൊന്നാനി കൊണ്ടുപോയി ഏതാണ്ട് 1 മാസം അവരെ അവിടെ താമസിപ്പിച്ചു. 2 നമ്പൂരി കുട്ടികളാണ്, നമ്പൂരിമാരുടെ വീട്ടിലുള്ള പെൺകുട്ടികളാണ്. പക്ഷേ അവരുടെ വീട്ടിലുള്ള ചില ആളുകളും വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ വേറൊരു സംഘടന, ഒരു ഹിന്ദു സംഘടന എങ്ങനെയോ തപ്പിപ്പിടിച്ച് അവിടെത്തി ഓടി രക്ഷപ്പെട്ട് അവിടെ നിന്നൊക്കെ പിടിച്ച് ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. കുട്ടികൾക്ക് മനസ്സിലായി. അങ്ങനെ കുട്ടികൾ രക്ഷപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരെ കാണാൻ പോയി. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. അവർക്ക് കിട്ടിയ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഒരു നമ്പൂരി കുട്ടിയാണെങ്കിൽ ഇത്ര രൂപ, ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ ഇത്ര രൂപ, ഒരു ഇസ്ലാം ഒരു ഈഴവ കുട്ടിയാണെങ്കിൽ ഇത്ര രൂപ, ഒരു നമ്മുടെ SC/ST കുട്ടിയാണെങ്കിൽ ഇത്ര രൂപ. അങ്ങനെ ഓരോ പെൺകുട്ടികൾക്കും പണമുണ്ട്. ആ പണം പെൺകുട്ടിക്കും കൊടുക്കും, ആൺകുട്ടിക്കും കൊടുക്കും. പക്ഷേ ഈ ആൺകുട്ടി 2, 3, 4, 5 മാസം താമസിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിലേക്ക് അവരെ കൊടുത്ത് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ആ പെണ്ണിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അവരിലൂടെ സന്താന ഉത്പാദനം നിരന്തരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവ അടുത്തതിന് വേണ്ടി ഇറങ്ങി. അവ അടുത്ത ആളുകളെ കണ്ടു, അവ അടുത്ത ആളുകളെ പിടിച്ചു, കൊണ്ടുപോയി പൊന്നാനിയില്. വാസ്തവത്തിൽ ഇത് തന്നെയല്ല ഇവിടെ സംഭവിച്ചത്. ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ, കോടതിയിൽ ഉന്നയിച്ചപ്പോ, പാർലമെന്റിൽ ഉന്നയിച്ചു, കോടതിയിൽ ഉന്നയിച്ചപ്പോ ലവ് ജിഹാദ് അങ്ങനൊരു സാധനം ഇല്ല പാർലമെന്റിൽ. ശരിയാ, കാരണം IPC-യിൽ ലവ് ജിഹാദില്ല. ഞങ്ങൾ വക്കീലന്മാര് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തപ്പിയാൽ IPC-യിൽ കാണില്ല. ലവ് ജിഹാദ് IPC-യിൽ ഇല്ല. പാർലമെന്റിൽ പറഞ്ഞു, കോടതിയിൽ പറഞ്ഞു. പക്ഷേ IPC-യിൽ ഒന്നും കണ്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം നാട്ടിൽ നടക്കുക. നമ്മുടെ വൈക്കത്ത് അശോകന്റെ മകളെ കൊണ്ടുപോയി. അതാണല്ലോ പ്രമാദമായ കേസ്. അഖില, ആ പ്രമാദമായ കേസില് വൈക്കത്ത് അശോകന്റെ വീട്ടിൽ ഞാൻ പോയി. കാരണം ഇതൊക്കെ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി പോയത്. ഈ അശോകനോട് ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ അശോക, എന്താ സംഭവം ഉണ്ടായത്? ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുക. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇതെനിക്ക് കിട്ടണം ഗോപാലകൃഷ്ണ, ഇത് എനിക്ക് കിട്ടണം. അപ്പൊ ഞാൻ ചോദിച്ച, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ പറഞ്ഞ അതായിപ്പോ ഇതിപ്പൊന്ന കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട അങ്ങനെയല്ല. ഈ വൈക്കത്തപ്പന്റെ ശിവലിംഗമുണ്ടല്ലോ, ആ വൈക്കത്തപ്പന്റെ ശിവലിംഗം അവിടെ നിന്ന് പിടിച്ചു പറിച്ച് എറിഞ്ഞ് അവിടെ കപ്പ നടണമെന്നോ ആ വൈക്കത്ത ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി പ്രസംഗിച്ചവനാണ് ഞാൻ. ആ സമയത്താണ് എനിക്ക് ഈ കുഞ്ഞുണ്ടായത്. അന്ന് പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ സംസ്കാരവും പാരമ്പര്യവും ഞാൻ കൈവിട്ടാൽ എനിക്കുണ്ടാവുന്ന സന്താനങ്ങൾക്കും അത് കൈവിടേണ്ടി വരുമെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. കരഞ്ഞുകൊണ്ടാണ് അശോകൻ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോ സമീപകാലത്ത് പോയി അശോകനെ കണ്ടു. കാരണം ഈ യാത്രകളിൽ ഞാൻ വെറുതെ അശോകനെ കാണാൻ പോയി. അശോക, മകളെങ്ങനുണ്ട്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ സ്ത്രീ ഇപ്പൊ ഒറ്റയ്ക്കാണ്. ആ സ്ത്രീ ഒറ്റയ്ക്ക് ബോധവൽക്കരണം. ആ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് വ്യാജ ഭർത്താവിനെ കാണാനില്ല. അവ അടുത്ത ആളത്തൊക്കെ പോയിരിക്കുക, അവ അടുത്തവനെ ഞാൻ പോയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പോയി കൊണ്ടുപോകുന്നൂടെ? ഇല്ല, കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താ? അതൊരു വളയത്തിലാണ്, ഒരു സർക്കിളിലാണ്, കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ ഭീകരന്മാരുടെ നടുവിലാണ്. എന്റെ കുടുംബം തകർക്കുമെന്നാണ് പറയുന്നത്. എനിക്കിനിയും 3 മക്കള്, എനിക്കിനിയും വീടുണ്ട്, എന്റെ ഭാര്യയുണ്ട്. ആ കുട്ടി അവളെ കൊണ്ടുവന്നാൽ എന്റെ കുടുംബം തകർക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ഭയമുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛനാണ് പറയുന്നത്. നോക്കൂ, ഈ പാവം സോന എൽദോസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ ഭീകരൻ റമീസ് അവൻ ആ കുട്ടിയെ അടുത്തടുത്തടുത്തടുത്ത് ആ കുട്ടിയുമായി ബന്ധപ്പെട്ടത്. ഈ റാഞ്ചാൻ വേണ്ടി പോയതാ. എത്ര പണം ഒന്ന് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. കാരണം പൊന്നാനിയിൽ എത്താത്തത് കൊണ്ട് പണം കിട്ടിയോ,
അറിയില്ല. പൊന്നാനി കൊണ്ടുപോകാനാ ശ്രമം. ഞാൻ ചോദിക്കുന്നത്, പ്രേമിച്ച പൊന്നാനി മോളെ, പൊന്നാനിയിലെ ഉസ്താദ് പറഞ്ഞാലേ പ്രേമം സമരമാവുള്ളൂ. ഇത് ചോദിക്കാനുള്ള തന്റേടം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണ്ടേ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പിണറായി, തനിക്കുണ്ടാവണ്ടേ? തനിക്കൊരു മോളുണ്ട്, ആ മോളെ നിൽക്കാതെ ഏൽപ്പിച്ചു. പക്ഷെ അതിനെ പൊന്നാനി വിട്ടിട്ടില്ല. തന്റെ മകളെ പൊന്നാനി വിട്ടില്ലല്ലോ. അതേപോലെ ഈ ബിന്ദുവിന്റെ മകളെ പൊന്നാനിക്ക് എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാനുള്ള തന്റേടം ഇയാൾ കാണിക്കണ്ടേ? അതൊന്നും കാണിക്കൂല. കാരണം എന്താ? കാരണം ഇപ്പോഴും സംഘടിതമായ വോട്ടല്ലേ. ഈ പാവം സ്ത്രീയുടെ ഒരു കൊച്ച് അത് ജീവിക്കാൻ വേണ്ടി ഞാൻ അവരോട് ചെന്നപ്പോ, ആ വീട്ടിൽ ചെന്നപ്പോ ബിന്ദുവിനോട് പറയാണ്, സാറേ ഞാൻ ജോലിക്ക് പോയിരിക്കുന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് ഒരു കുടുംബം, ഒരു സാധാരണ കുടുംബം, ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലാത്തൊരു സാധാരണ കുടുംബം. ആ അച്ഛൻ മരിച്ചു, ആ അമ്മയാണ് അവരെ കൊണ്ടു നടക്കുന്നവർ. ആ മകൾക്ക് മനസ്സിലായി, എന്റെ അമ്മയെ ഞാൻ വല്ലാതെ അകപ്പെട്ടു പോയി, ഞാൻ വല്ലാതെ ദുഃഖകയത്തിലാണ് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആ കുട്ടി ഏതോ അബദ്ധ ചിന്തയിൽ വെച്ചാണ് ആ കുട്ടി ജീവൻ കളഞ്ഞത്. പക്ഷെ കുട്ടി എഴുതി വെച്ചു, ആ കുട്ടി പറഞ്ഞു വെച്ചു, എന്നെ പൊന്നാനി കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നെ തല്ലി, എന്നെ മൃഗീയമായി മർദ്ദിച്ചു. ഈ ഇരിക്കുന്ന ബേസില് ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. അന്ന് ചർച്ച ഞാനുണ്ട്. ഈ ഇരിക്കുന്ന ബേസിൽ പറഞ്ഞത് അവള്, അതായത് ആ രമേശിന്റെ അമ്മ, ആ സ്ത്രീ, അവരും മതം മാറിയതാണ്, അവരെയും ആളുകൾ മതം മാറ്റിയതാണ്. അപ്പം മതം മാറി. അതുകൊണ്ട് പൊന്നാനി പോകാൻ പറഞ്ഞ് അടിക്കുക, പൊന്നാനി പോകാൻ പറഞ്ഞ് ഇടിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ സാക്ഷര കേരളത്തില് ഒരു പെൺകുട്ടിയെ തല്ലുക, പൊന്നാനി കൊണ്ടുപോകാൻ പറഞ്ഞു. ചോദിക്കാൻ ഒരാളുമില്ല. അല്ല, ചോദിക്കാൻ ഇപ്പൊ എവിടെ ആരുമില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും സതീശന്റെ കാളക്കൂച്ചൻ നടന്ന് പെണ്ണുങ്ങളെ മുഴുവനും നടന്ന് വരവീശിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കാനാണവിടെ? ഇവിടെ ചോദിക്കാനാണില്ല. വാസ്തവത്തിൽ ഈ കാളക്കൂച്ചൻ രാഹുലിനെതിരെ കേസെടുക്കേണ്ടതല്ലേ കേരളത്തിലെ പോലീസ്? കാളക്കൂച്ചനാണോ കോഴിയാണോ എന്നുള്ള തർക്കമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം ആ കോഴി എന്നുള്ള പേര് മാറ്റി കാളക്കൂച്ചനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ പേരിട്ടത് ഞാനാണ്. കാരണം ഇയാളെ കുറിച്ച് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സുമോട്ടോ കേസെടുക്കട്ടെ. കാരണം യു പി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഒരു കേസുണ്ട്. ആ കേസിൽ ഇതേപോലെ സംഭവം നടന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, പരാതി വേണ്ട, പെൺകുട്ടിയുടെ പരാതി വേണ്ട. ഇപ്പൊ എന്താ? പിന്നെ മറ്റേ KPCC പ്രസിഡന്റ് പറഞ്ഞെന്താ, പരാതി ഇല്ലാത്ത കാര്യത്തിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ട. എടോ, പരാതി വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്, പരാതി വേണ്ട. സുമോട്ടോ പോലീസ് കേസെടുക്കണം. എന്തേ പിണറായി വിജയൻ കേസെടുക്കാത്തത്? പിണറായി വിജയൻ കേസെടുത്താൽ മുകേഷ് MLA കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വരും. പിണറായി വിജയൻ കേസെടുത്താൽ CPM-ലെ പല ആളുകളും രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഇവന്മാര് ഒത്തുകളിയാ. ഇതൊന്നും കാണാൻ ഈ നാട്ടിലെ ജനങ്ങളില്ലേ സുഹൃത്തുക്കളെ? പക്ഷെ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു നിർത്താം. നിങ്ങൾ കേസെടുത്താലും ശരി, കേസെടുത്തില്ലേലും ശരി, പാലക്കാട്ടെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നോ പാലക്കാട്ടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ടോ? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, നിങ്ങൾ അറസ്റ്റ് ചെയ്താലും നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും, ഇവൻ രാജിവെച്ചാലും ഇവൻ രാജിവെച്ചില്ലേലും MLA-യുടെ പേര് പറഞ്ഞ് പാലക്കാടിന്റെ അതിർത്തിയിൽ കാലുകുത്താൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളത് സംശയമില്ല. ഞാൻ ചോദിക്കുന്നത് തോന്നിവാസമല്ലേ? ഈ പാവം ബിന്ദു എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മകൾക്ക് ഈ രീതിയിൽ വെടിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ റമീഷ് എന്ന് പറയുന്നതിനെ കേസെടുക്കട്ടെ. ഞാൻ ആ കേസിന്റെ FIR എന്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ കേസിന്റെ FIR വായിച്ചു. എന്താ FIR എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് സംശയാസ്പദമായ മരണം. അങ്ങനെയാണ് FIR എഴുതുക. എന്നെ പൊന്നാനി കൊണ്ടുപോകാൻ നിർബന്ധിച്ച്, എന്നെ മതം മാറ്റാൻ നിർബന്ധിച്ച്, എന്നെ മതം മാറണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ തല്ലി തല്ലി തല്ലി, അതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ആ പാവ സ്ത്രീ എഴുതി വെച്ചാൽ അതിനെതിരെ കേസെടുക്കുന്നത് സംശയാസ്പദമായിട്ട് അങ്ങനെയോ? ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ പിണറായി വിജയൻ
ഇവിടുത്തെ ഹോം മിനിസ്റ്റർ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ട് BJP പറയുന്നു, കേരളത്തിലെ പോലീസ് ആ കേസ് NIക്ക് വിടണം. NIക്ക് വിടണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇത് NIക്ക് വിടണമെന്ന് പറയാൻ കാരണമുണ്ട്. ഈ അടിയൊക്കെ നടന്ന എവിടെയാണ്? നിങ്ങൾക്ക് പാനായിക്കുളം എന്ന് പറഞ്ഞത് ഷോൺ ജോർജിന്റെ പപ്പ, അദ്ദേഹം അന്നത്തെ ഉദ്ഘാടന യോഗത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ പാനായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? തീവ്രവാദികളുടെ സ്ഥിര കേന്ദ്രമാണ്, തീവ്രവാദികളുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ്. ഈ റമീസ് എന്ന് പറയുന്നവര് തീവ്രവാദികളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം നേടുന്നില്ല. രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് BJPക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഈ അക്രമരികളുടെ പരിപാടി ഉണ്ടല്ലോ, സസ്പെക്ടഡ്, അതൊന്നുമല്ല, ഇത് മതപരിവർത്തനമാണ്. മതപരിവർത്തനം എന്ന് പറയുന്നത് IPCയിൽ തന്നെ മതപരിവർത്തനത്തിന് വകുപ്പുണ്ട്. പിന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു കുറ്റകൃത്യമാണെങ്കിൽ ഭാരതീയ ന്യൂനപക്ഷ മോർച്ച ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന തലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മതം മാറ്റ വിരുദ്ധ നിയമം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട മതം മാറ്റ വിരുദ്ധ നിയമം കേരളത്തിലെ നിയമസഭയിൽ പാസ്സാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ പെൺകുട്ടികളെ രക്ഷിക്കണ്ടേ? ഈ നാട്ടിലെ ഹിന്ദു പെൺകുട്ടികളെ, ക്രൈസ്തവ പെൺകുട്ടികളെ രക്ഷിക്കണ്ടേ? അവരുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് സന്താനം ഉത്പാദിക്കുന്ന ഈ കള്ളന്മാർക്കെതിരെ, ഈ കശ്മീരന്മാർക്കെതിരെ ഒരു പോരാട്ടം ജനാധിപത്യ സർക്കാർ ഉണ്ടാവട്ടെ. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതൊന്നും BJP പറയുന്നല്ലോ, പരസ്യമായിട്ടല്ല പറഞ്ഞത്. കുന്തിരിക സൂക്ഷിച്ചോ, അവരും പറഞ്ഞ് സൂക്ഷിച്ചോ. എന്തിനാ? നിങ്ങളുടെ കാലന്മാർ വരുന്നു. എത്ര പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത്? കാലന്മാരെ വരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയിലും പത്രത്തിൽ വാർത്ത, എന്താ വാർത്ത? നായയുടെ നടുവിൽ, നെറ്റിയുടെ നടുവിൽ കമ്പിപ്പാറ കൊണ്ട് അടിച്ച് നായയെ കൊല്ലുക. എത്ര മണിക്ക്? 3 മണിക്ക്. നായ ചത്തു വീഴുക. ഇതറിയാൻ വേണ്ടി ഒരു പയ്യനെ അന്വേഷിച്ചു വന്നപ്പോ അവൻ കണ്ടെത്തിയത് 3-4 ആളുകൾ അങ്ങനെ വളർന്നു നിന്ന് നായയെ അടിക്കുക. പരിശീലനമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള കൃത്യമായ പരിശീലനം. ഞാൻ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഈ കേരളം അപകടകരമായ അന്തരീക്ഷത്തിലേക്ക്. ഇതിന് മാറ്റം വരാൻ ഒരേ ഒരു വഴിയുള്ളൂ. എല്ലാ പ്രാവശ്യവും 5 വർഷം കൂടുമ്പോഴേ പോയി അരിവാളിലും പോയി മറ്റിടത്തൊക്കെ കുത്തുന്നതിന് പകരം ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിലോട്ട് അധികാരത്തിൽ വന്നാൽ ഇവന്റെയൊക്കെ കയ്യിൽ ഞങ്ങളുടെ കയ്യാളം വെച്ച് കൊണ്ടു നടക്കും. എറണാകുളം ടൗണില് ഇപ്പൊ കിടക്കുന്ന വണ്ടി എവിടെയാ? അയ്യോ, 2031 കേരളം, 2047 ഇന്ത്യ ഭരിക്കുമ്പോ 2031 ഞങ്ങൾ. അവൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ? ഞാനിപ്പോ പറയാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പഴയ പാലക്കാട് MLA, ഇപ്പോഴത്തെ വടകര MLA. യാതൊരു സംശയമില്ല. ഇവന്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിനോ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രിയാണ് റിയാസ്. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം 2001 ഞങ്ങളുടെ സർക്കാർ വന്ന് സർക്കാർ വരുമെന്ന് പ്രഖ്യാപിച്ചവൻ ഉണ്ടെന്ന് ഇന്ന് തീയാർ ജയിലിൽ കിടക്കുക. 2047 വരും, അവരും ഉണ്ടെന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പൊളിറ്റിക്കൽ ഇസ്ലാമായാലും ശരി, ഏതൊക്കെ രീതിയിലുള്ള ലവ് ജിഹാദ് നടത്തിയാലും ശരി, ഏതൊക്കെ രീതിയിൽ ഈ ഹിന്ദുവിനെ പോലുള്ള പാവം അമ്മമാരെയും സഹോദരിമാരെയും തെരുവിലിറക്കിയാലും ശരി, നിന്നെയൊക്കെ കയ്യാമ വെക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ഇടതും വലതുമില്ലെങ്കിലും ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ സംരക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. വന്ദേ